മലയാള സിനിമാ താരം മോഹൻരാജ് അന്തരിച്ചു. കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച് മലയാളികൾക്ക് സുപരിചിതനാണ് നടൻ മോഹൻരാജ്. ഇന്ന് 3 മണിയോടെ കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു ആദ്യം സംസ്കാരം. നാളെ നടക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലനായ കീരിക്കാടൻ ജോസ്. മോഹൻരാജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എങ്കിൽ പോലും കീരിക്കാടൻ ജോസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഓർമ്മയായി എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, മലയാള ചലച്ചിത്ര നടൻ മോഹൻരാജ് അന്തരിച്ചിരിക്കുകയാണ്. നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ഇന്ന് വൈകുന്നേരത്ത് 3 മണിക്ക് തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വിദേശത്തുള്ള മകൾ എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് നാളെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന കാര്യം. ഏറെ നാളായി മോഹൻരാജിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ അദ്ദേഹത്തിന് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും അത് വലിയ രീതിയിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേര് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മോഹൻരാജിന് മലയാള സിനിമയുടെ കീരിക്കാടൻ ജോസിന് ആദരാഞ്ജലി എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം അനുശോചിച്ചത്. അതോടൊപ്പം തന്നെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അറിയിച്ചിട്ടുണ്ട്. മോഹൻലാൽ നായകനായെത്തിയ കിരീടം എന്ന ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന വേഷത്തിലൂടെയാണ് മോഹൻരാജ് ജനപ്രീതി നേടുന്നത്. ഒരുപക്ഷെ മോഹൻരാജ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്നതായിരിക്കും പെട്ടെന്ന് മനസ്സിലാകുക. ഇതിലൂടെ മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് അദ്ദേഹം ഒരു പുതിയ മാനം നൽകുകയായിരുന്നു. പിന്നീട് കീരിക്കാടൻ ജോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനും തുടങ്ങി. കീരിക്കാടൻ ജോസിന്റെ ജനപ്രീതി മോഹൻരാജിനെ തെലുങ്ക്, തമിഴ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഭാഗമാക്കുകയും ചെയ്തു. കിരീടത്തിന് പുറമെ ചെങ്കോൽ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നരസിംഹം, ഹലോ, മായാവി തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ അദ്ദേഹം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. കെ മധു സംവിധാനം ചെയ്ത 3-ാം മുറ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിലേക്ക് എത്തിയത്. 300ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മലയാള സിനിമയിലെ പ്രമുഖരൊക്കെ അനുശോചനം അറിയിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ മകൾ വിദേശത്താണ്. വിദേശത്ത് നിന്ന് മകൾ എത്തിയാലുടൻ ചടങ്ങുകൾ ഉണ്ടാകും. രശ്മി, അതാണ് മോഹൻരാജ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് ഇദ്ദേഹത്തെ തിരിച്ചറിയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ കീരിക്കാടൻ ജോസ് എന്നൊരു പേരിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ വില്ലൻ വേഷത്തിൽ തിളങ്ങി, പ്രത്യേകിച്ച് കീരിക്കാടൻ ജോസ് എന്ന ഒരു പേരിലാണ് ജീവിതകാലം അത്രയും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇടക്കാലത്ത് കോമഡി വേഷങ്ങളിലേക്ക് ഒരു ചൂടുമാറ്റം, അതും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതെ, അദ്ദേഹം വില്ലനായി എത്തി. കിരീടം സിനിമയിലെ അതികായനായ വില്ലൻ ആയിരുന്നു കീരിക്കാടൻ ജോസ് അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം. അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു. ആ സിനിമയിലെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് കീരിക്കാടൻ ജോസ് എന്നുള്ളത്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സിനിമയ്ക്ക് ശേഷം നിരവധി വില്ലൻ ചിത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അതിലെല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും മോഹൻരാജിനായി. ഈ ഹലോ ഉൾപ്പെടെ മോഹൻലാൽ നായകനായ ചിത്രത്തിൽ ഹാസ്യ കഥാപാത്രം, ആ രീതിയിലുള്ള കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹാസ്യവും അദ്ദേഹത്തിന് വഴങ്ങും എന്ന അഭിനയത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. ഏതായാലും നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ ഉൾപ്പെടെ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. കിരീടം എന്ന സിനിമയ്ക്ക് ശേഷം ഈ വിവിധ ചിത്രങ്ങൾ, ചെപ്പുകിലിക്കണ ചങ്ങാതി ഉൾപ്പെടെ വിവിധ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ മികച്ച വേഷങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചത്. ഏതായാലും ആ ഒരു വേദനയിൽ എല്ലാ താരങ്ങളും, മിക്ക പ്രമുഖരായവരെല്ലാം തന്നെ ആദരാഞ്ജലികൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. നാളെ ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. ലക്ഷ്മി. രശ്മി, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായിരിക്കെ ഒരുപക്ഷെ അധികം ആർക്കും അറിയാത്ത കാര്യമായിരിക്കും, ജോലിയിൽ സർവീസിലിരിക്കെ തന്നെയാണ് മലയാള സിനിമയിലേക്ക് എത്തിയതും. ഒരുപക്ഷെ അതിനുശേഷം ചെന്നൈയിലായിരുന്നു താമസം. പക്ഷേ അവസാന സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തി. മലയാളികളുടെ പ്രിയപ്പെട്ട നടന് ഇവിടെ വെച്ച് തന്നെ വിട പറയുന്നു എന്നുള്ളത് കൂടിയാണ്. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുന്ന ഒരു സമയത്താണ് ഈ കിരീടം റിലീസ് ചെയ്യുന്നത്. അപ്പൊ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെന്നൈ
ഇദ്ദേഹം 300ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലക്ഷ്മി വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു മോഹൻരാജ്. ആയുർവേദ ചികിത്സയ്ക്ക് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് 1 വർഷം മുൻപ് അവിടെ ചികിത്സയ്ക്ക് ശേഷം പിന്നീട് ഇവിടേക്ക് 1 വർഷം മുൻപാണ് തിരുവനന്തപുരത്ത് എത്തിയത്. അതും പ്രത്യേക ആയുർവേദ ചികിത്സകൾ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയത്. 1988 പുറത്തിറങ്ങിയ 3-ാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം തിളങ്ങി. അദ്ദേഹത്തിന് കുറച്ചുകൂടി ആ ഒരു വില്ലൻ വേഷത്തെ ആ ഒരു പുതിയ മാനം നൽകിയത് പോലും മാനം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുറപ്പാട്, അതോടൊപ്പം തന്നെ കാസർഗോഡ് ഖാദർബായി, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ചെങ്കോൽ, 6-ാം തമ്പുരാൻ, വാഴുന്നൂർ, പത്രം, നരസിംഹം, നരൻ, മായാവി തുടങ്ങിയ 35ഓളം മലയാള ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹം. 2008 ശേഷം 2 മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. 2015 ചിറകൊടിഞ്ഞ കിനാക്കളിൽ അഭിനയിച്ച മോഹൻരാജ് 2022 മമ്മൂട്ടിയുടെ റോഷാക്ക് എന്ന സിനിമ, അത് പിന്നീട് ഇറങ്ങിയതാണ്, 2022 ഇറങ്ങിയത്. അതിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. റോഷാക്കിൽ ഗ്രേസ് ആന്റണിയുടെ അച്ഛനായ ഒരു വിശ്വനാഥൻ എന്ന കഥാപാത്രമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. അതും ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നു. 9 തമിഴ് ചിത്രങ്ങളുടെയും 31 തെലുങ്ക് ചിത്രങ്ങളുടെയും ഭാഗമായിരുന്നു അദ്ദേഹം. ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മോഹൻരാജ് കോഴിക്കോട് ജോലി ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു കിരീടം റിലീസ് ചെയ്യുന്നത്. ജോലിയിൽ നിന്ന് പിന്നീട് വിരമിച്ച ശേഷം അദ്ദേഹം ചെന്നൈയിലായിരുന്നു താമസിച്ചത്. പിന്നീട് ഈ രോഗബാധിതനായി കൂടുതൽ ചികിത്സയ്ക്കായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. മലയാള സിനിമാ താരം മോഹൻരാജ് അന്തരിച്ചു. മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടൻ. വിവിധ ഭാഷകൾ രശ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം, അത് അതികായനായ വില്ലനായ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത്. ഇന്ന് 3 മണിയോടെ കാഞ്ഞിരംകുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു ആദ്യം. സംസ്കാരം നാളെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.